PCOD കൂടെ എനിക്ക് വന്ന വേറൊരു കുരിശായിരുന്നു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. വർക്ക് ഫ്രം ഹോം കൂടെ ആയതുകൊണ്ട് പിന്നെ പറയണ്ട, വെയിലൊട്ടും തന്നെ ഇല്ലാത്തതുകൊണ്ട് വൈറ്റമിൻ കുറഞ്ഞ് പണ്ടാരടങ്ങി. എനിക്ക് 6 ഒക്കെ ആയിട്ടോ ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. അതെന്ന് വെച്ചാൽ ഇൻസഫിഷ്യൻ്റ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് വേണ്ടത് ലൈക്ക് 21 ആ റേഞ്ച് ആയിരുന്നു. അങ്ങനെ ആകെപ്പെട്ട് എനിക്ക് മുട്ടുവേദനയായി, കാലുവേദനയായി, ഷോൾഡർ പെയിനായി, ജോയിൻ്റൊക്കെ നല്ല പെയിനായി. എനിക്ക് സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ നല്ല പാടായിരുന്നു. ലൈക്ക് 40s അമ്മായിമാർ ഇറങ്ങുന്ന പോലെയായിരുന്നു ഞാൻ ഇറങ്ങുന്നത്. ആകെ എന്തൊക്കെ ടെൻഷനായി. അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ പാച്ചിൽ നടത്തി, കുറേ ടെസ്റ്റ് നടത്തി, എക്സ്ട്രാ എടുത്തു. അവസാനമാണ് അത് ഐഡൻറ്റിഫൈ ചെയ്തത്. അങ്ങനെ അതിൻ്റെ ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങി. ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എടുത്തിട്ട് മാത്രം കാര്യമില്ല, ആവശ്യത്തിന് വെയിലും കൊള്ളണമെന്ന്. രാവിലെ നമ്മുടെ അമ്മ പറയുന്ന പോലെ പോത്തിനെ പോലെ കിടന്നുറങ്ങുന്ന നമ്മൾക്ക് എവിടെ നിന്ന് വെയിൽ കൊള്ളാനല്ലേ. അങ്ങനെ കഷ്ടപ്പെട്ടായിരുന്നിട്ട് രാവിലെ വെയിൽ കൊള്ളാൻ തുടങ്ങി. പല്ല് തേക്കുമ്പോൾ പുറത്തുനിന്ന് തേക്കാൻ തുടങ്ങി. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവസാനം എങ്ങനെയോ വൈറ്റമിൻ ഡി റെഡിയായി. അങ്ങനെ ടാബ്ലറ്റ് നിർത്തി, വേദനയൊക്കെ പോയി. 2-3 മാസം കഴിഞ്ഞ് വീണ്ടും സെയിം പെയിൻ, വീണ്ടും വൈറ്റമിൻ കുറഞ്ഞു. അതെങ്ങനെയാണ്? ഞാനത് കഴിഞ്ഞ് UK വന്നല്ലോ. ഇവിടെ പിന്നെ രാവിലെ എഴുന്നേറ്റാലും രാത്രി എടുത്താലും ഞാൻ നമ്മുടെ സൂര്യചേട്ടൻ കാണാറില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം ഉണ്ടായില്ല. അതും ക്യാരി ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. പിന്നെ ഞാൻ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ തുടങ്ങി. പിന്നെ ഇവിടുത്തെ 12 hours ഷിഫ്റ്റിന് എടുക്കാതിരിക്കാനും പറ്റില്ല. എടുക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ ഡോക്ടറിനെ കാണിക്കുക. വൈറ്റമിൻ ഡി ആയിരിക്കാം, കാൽഷ്യം ഡെഫിഷ്യൻസി ആയിരിക്കാം. പിന്നെ അത് നമ്മുടെ വേറെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. ലൈക്ക് ഫാറ്റി ലിവർ, പിന്നെ ഡയബറ്റിക്സ് ആവും. എനിക്ക് പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. ലൈക്ക് 101 ആയിട്ടുണ്ട് എൻ്റെ ഷുഗർ. പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ പിടിച്ച് നിർത്തിയാണ് ഇപ്പം കൊണ്ടുവന്നത് ഷുഗർ. ഞാൻ കുറച്ചെങ്കിലും എനിക്ക് ഈ ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്സ്, ഇതിനോടുള്ള ക്രീംസ് എനിക്ക് നിർത്താനേ പറ്റുന്നില്ല. അതൊക്കെ നിർത്തണമെങ്കിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് നമ്മൾ ഗ്രീൻ ടീ കുടിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിനുള്ളൊരു റിവേഴ്സ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് തുടങ്ങുക, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക. ലൈക്ക് ഒരു ദിവസം ഒരെണ്ണം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഇത് ശരിയാക്കാൻ പറ്റുക. നമ്മുടെ ഹെൽത്ത് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. ഇത് ഫോർ ഓൺലി ഗേൾസ് ആണ് കേട്ടോ. എല്ലാ ഗേൾസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.